ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും. അതെ, നാം എല്ലാവരും വിശുദ്ധിയോടെ ജീവിക്കുവാനും അനുദിനമുള്ള പ്രവൃത്തികൾ വിശുദ്ധിയോടെ ചെയ്യാനും ആഗ്രഹിക്കുന്നവരാണ് അല്ലേ? എന്നാൽ പലപ്പോഴും നമ്മുടെ പ്രവൃത്തികളിൽ നമ്മൾ ക്രെഡിറ്റ് ആഗ്രഹിക്കുകയും മറ്റുള്ളവർ നമ്മുടെ അടുത്ത് വന്ന് സൂപ്പറാണ് എന്ന് പറയുന്നത് കേൾക്കാനും ആഗ്രഹിക്കാറില്ലേ? എന്നാൽ ആരാലും അറിയപ്പെടാതെ വിശുദ്ധയാകാൻ ആഗ്രഹിച്ചവളായിരുന്നു വിശുദ്ധ എവുപ്രാസ്യാമ്മ. ചെറിയ കാര്യങ്ങളിൽ പോലും വലിയ സ്നേഹം കാണിച്ചുകൊണ്ട് അവൾ വിശുദ്ധിയിൽ വളർന്നു. വിശുദ്ധ എവുപ്രാസ്യാമ്മ നമ്മെ പഠിപ്പിക്കുന്നത് വലിയ കാര്യങ്ങൾ ചെയ്യുകയല്ല, മറിച്ച് ചെറിയ കാര്യങ്ങൾ പോലും വലിയ സ്നേഹത്തോടെ ചെയ്യുക എന്നതാണ്. ദൈവസന്നിധിയിൽ നിരന്തരം ആയിരുന്നു കൊണ്ട് ദൈവസ്നേഹത്താൽ ജ്വലിച്ച് സഹനങ്ങളെ പുണ്യപുഷ്പങ്ങളാക്കി മാറ്റി ആരാലും അറിയപ്പെടാതെ ജീവിച്ചവൾ എല്ലാവരും അറിയപ്പെടുന്ന ഒരു വിശുദ്ധയായി മാറിയതുപോലെ ഓരോ കുഞ്ഞു കാര്യങ്ങൾ പോലും ആരാലും അറിയപ്പെടാതെ ചെയ്ത് നമുക്ക് വിശുദ്ധരാകാം. ആമേൻ.